4000 കിറ്റ് കൊണ്ടുപോകാൻ വേണ്ടി 4 വാഹനങ്ങൾ പുറത്തുവെക്കുന്നു. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇതിൻ്റെ BJPയുടെ സംസ്ഥാന നേതാവ്, അവരുടെ OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുകളിൽ നിൽക്കുകയാണ്. ഇത് കൃത്യമായും ഇലക്ഷൻ വയലേഷൻ ആണ് പൂർണ്ണമായും. അതുകൊണ്ടാണ് ഇത് എല്ലാവരും കൂടി ഇത് കണ്ടുപിടിച്ചത്. ഇന്നലെ വളരെ ഉണ്ടായതിനേക്കാളും ഭീകരമാണിത്. അത് 15000 കിറ്റ് മണലൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നുള്ളതാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഓർഡറെ കസ്റ്റഡിയിൽ എടുക്കണം, അവിടെ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യണം, സ്ഥാപനം സീസ് ചെയ്യണം, ഇത് കൊണ്ടുപോകുന്ന വണ്ടികളും സീസ് ചെയ്യണം. ഇത്ര ചെയ്യാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വിഷയമില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധം ചെയ്ത് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് CPM നേതാവാണ്. ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ജനാധിപത്യ അവകാശത്തെ പിന്നെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒന്നാണ് ഇത്. മുളയിലെ നുള്ളണം. ഒരു കോംപ്രമൈസും ഞങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇത് BJPയും RSSും സംഘപരിവാറിൻ്റെ പ്ലാനാണ് ഇതിനകത്ത്. പോലീസ് എന്തിനാ പിന്നെ ഈ പ്രതികളെ ഉള്ളിൽ കയറ്റിയത്? ഇതിൽ പ്രതികൾ ആരാ? പ്രതികൾ BJP RSS ഇതിനുള്ളിൽ ഉള്ളിലുള്ള ആരെയും പുറത്താക്കാൻ പാടില്ല. ഞാനും പറയട്ടെ, ഉള്ളിലുള്ള ആരെയും പുറത്താക്കാം, ഉള്ളിലുള്ള ആൾ അറസ്റ്റ് ചെയ്യണം, അയാളെ കാറ് കസ്റ്റഡിയിൽ എടുക്കണം. ഇത് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ള 4 വണ്ടികൾ എടുക്കണം. ആ 4 വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം. സ്ഥാപനം സീസ് ചെയ്യണം. സ്ഥാപനത്തിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന 4000 കിറ്റ് ഉണ്ട് വിതരണത്തിലുള്ള. ആ കിറ്റും കസ്റ്റഡിയിൽ എടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ നടപടിയാണ്. പോലീസിന്റെ എല്ലാവിധ സഹകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. എല്ലാ നടപടിയും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്. പോലീസ് കൂടെ ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി, ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി BJPയും RSSും സംഘപരിവാറും കൂടി പ്ലാൻ ചെയ്ത ഒന്നാണ് ഇപ്പോൾ ആളുകൾ കിറ്റ് വിതരണം. ഇത് ഇന്നലെ ഒളരിയിൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ ഒളരിയിൽ ഇന്നലെ LDFും UDFും കൂടി കണ്ടുപിടിച്ചു. ഇന്ന് മണലൂർ നിയോജക മണ്ഡലത്തിൽ 15000 കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കണം. 4000 കിറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കിറ്റ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ഈ ഭാഗത്തുള്ള ആളുകൾ അന്വേഷിച്ചപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ആ സ്വാതന്ത്ര്യത്തിന്റെ സംഘടനക്കാരും ചോദിച്ചു, അവർക്ക് സംഭവമേ അറിയില്ല, അങ്ങനെ സംഭവം അറിയില്ല, സ്വാതന്ത്ര്യക്കാരെ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഇതിനകത്ത് മാത്രമല്ല BJPയുടെ പിന്നെ ഈ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും മണലൂർ നിയോജകമണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്ന ഒരാൾ ഇതിനുള്ളിലുണ്ട്. അദ്ദേഹം കൂടി നിന്നിട്ടാണ് ഈ കിറ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വിതരണം ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇന്നലെ വിതരണം ചെയ്തു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. ഈ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇന്നലെ മുതൽ വിതരണം ചെയ്തു. ഇതിന് മുമ്പ് പിന്നെ ഇത് കൊടുത്തു, പിന്നെ സെറ്റ് സാരി, ആയിരക്കണക്കിന് സെറ്റ് സാരിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ BJP സ്ത്രീകൾക്ക് വേണ്ടി വിതരണം ചെയ്തു. ആയിരക്കണക്കിന് സെറ്റ് സാരി മണലൂര്. ഇന്നലെ മുതൽ കിറ്റ് വിതരണം ആരംഭിച്ചു. ആ കിറ്റ് ഇന്ന് 4 വണ്ടി വന്ന് കിറ്റ് കൊണ്ടുപോയി അവിടെ നിൽക്കുകയാണ്, ഇവിടെ പാക്കും ചെയ്യാണ്. അപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ വിതരണം ചെയ്ത കിറ്റിനെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെ അപകടം. ഒരു കാര്യം, ഞങ്ങൾ ഇത് വളരെ ഗൗരവമായി എടുക്കുകയാണ്. അതുകൊണ്ട് പിന്നെ പരിപൂർണമായും ഇന്ന് മുതൽ മണലൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ സ്പെഷ്യൽ സ്ക്വാഡ് നിയമിക്കുകയാണ്. ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനിൽ പലരും വിശ്വാസമില്ല, പോലീസിൽ പലരും വിശ്വാസമില്ല. ഇതിലൊക്കെ പലരും സംഖ്യകളുണ്ട്. ആ പല സംഖ്യകളുടെയും പിന്തുണ ഇവർക്കുണ്ട്. ഇവരൊക്കെ അറിഞ്ഞും അറിയാതെയും നേരിട്ടിട്ടുമൊക്കെ സംഖ്യകളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിരീക്ഷണ സ്ക്വാഡ്, UDF നിരീക്ഷണ സ്ക്വാഡ് വയ്ക്കുകയാണ് എല്ലാ ബൂത്തിലും. ഇന്ന് മുതൽ UDFിൻ്റെ പ്രവർത്തകന്മാർ പകലും രാത്രിയും ഉറങ്ങാതെ ഇപ്പം കിറ്റ് നാളെ മുതൽ പണം കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പലർന്നും പണം ആംബുലൻസിൽ, ചില പിന്നെ NGOസിൻ്റെ പേരിലുള്ള ആംബുലൻസിൽ കെട്ടുമായി വന്ന് ആ പണങ്ങൾ പല സ്ഥലത്തും വിതരണം ചെയ്യാൻ വേണ്ടി 500ൻ്റെ നോട്ടുകൾ കെട്ടായി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പണം കൊടുത്തും കിറ്റ് കൊടുത്തും ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ അവകാശത്തെ ചൂഷണം ചെയ്യാനും അത് അട്ടിമറിക്കാനുമാണ് ശ്രമം. അത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ ചെറുക്കും, അത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ തടയും. ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ അർത്ഥത്തിലുള്ള പിന്നെ ഇടപെടലും പോരാട്ടവും ഞങ്ങൾ നടത്തും. അതിന് ഇനി പോലീസല്ല, പട്ടാളല്ല, അതിനപ്പുറത്ത് അമീർഷായുടെ എല്ലാ ഫോഴ്സ് വന്നാലും ഇത് ഇവിടെ നടക്കില്ല. ഈ പരിപ്പൂടെ വേവില്ല, ഉറപ്പാണ്.